ഇന്ത്യയിൽ ഏറ്റവും അധികം ക്ഷേത്രങ്ങളുള്ള നാട് ഏതാണെന്നറിയാം? തമിഴ്നാടാണ്. 79,000-ത്തിലധികം ക്ഷേത്രങ്ങളുണ്ട് അവിടെ. ജനസംഖ്യയുടെ 87% ഭക്തിയിൽ ജീവിക്കുന്ന ഹിന്ദുക്കളാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇന്ത്യയിൽ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചെത്തുന്ന രാഷ്ട്രീയം ഏറ്റവും കുറവുള്ള സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാലും ഉത്തരം തമിഴ്നാട് എന്ന് തന്നെയാണ്. 44,000-ത്തിലധികം ക്ഷേത്രങ്ങളുടെയും ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയുടെയും താക്കോല് സർക്കാരിന്റെ കയ്യിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഭക്തി ആകാശത്തോളം വലുതായിട്ടും വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അവിടെ മതം കടന്നു വരാത്തതിന് പിന്നിൽ 100 കണക്കിന് വർഷം പഴക്കമുള്ള അതീവ രഹസ്യ ചരിത്രങ്ങളുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുഴുവനായി കാണുക. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. സർക്കാരിന്റെ നിയന്ത്രണത്തിൽ 44,000-ത്തിലധികം ക്ഷേത്രങ്ങളും 4,78,000-ത്തിലധികം ഏക്കർ ഭൂമിയും ഡസൻ കണക്കിന് മഠങ്ങളും ആയിരക്കണക്കിന് ട്രസ്റ്റുകളുമുണ്ട്. ലോകത്തിലെ ഏതെങ്കിലും ഒരു സ്വകാര്യ കോർപ്പറേഷനേക്കാൾ കൂടുതൽ ഭൂസ്വത്തുക്കളും ഉള്ള ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ ഒരു മതേതര സർക്കാരിന്റെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ആരാധനാലയങ്ങളുടെ കണക്കുകളെ പറ്റിയാണ്. അതാണ് തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള HRC ഡിപ്പാർട്ട്മെന്റ്, അതായത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ് ഡിപ്പാർട്ട്മെന്റ്. ഒരു മതേതര രാജ്യത്ത് സർക്കാർ എന്തിനാണ് ഒരു പ്രത്യേക മതത്തിന്റെ ആരാധനാലയങ്ങളൊക്കെ ഭരിക്കുന്നത് എന്നറിയാമോ? അപ്പോൾ ഇതിന് പിന്നിലെ കാരണം തേടി പോയാൽ ഒരു 200 വർഷം പുറകിലോട്ട് പോയി അതിന്റെ ചരിത്ര സത്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടി വരും. തമിഴ്നാട്ടിൽ ക്ഷേത്രഭരണത്തിലൊക്കെ സർക്കാർ ഇടപെടാൻ തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാഴ്ചകളൊന്നുമല്ല. ഇതിന്റെ വേരുകളൊക്കെ എത്തുന്നത് 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലേക്കാണ്. അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലെ അളവറ്റ വരുമാനവും ഭൂസ്വത്തുക്കളും പ്രാദേശിക പ്രമാണിമാരും ട്രസ്റ്റികളും വൻതോതിൽ ദുരുപയോഗം ചെയ്യുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശ്രദ്ധയിലൊക്കെ പെട്ടു. അപ്പോൾ ഇത് തടയാൻ 1817-ൽ കമ്പനി ഒരു സർക്കാർ ക്ഷേത്ര നിരീക്ഷണ ചുമതല തങ്ങളുടെ ബോർഡ് ഓഫ് റവന്യൂവിന് നൽകുകയുണ്ടായി. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ യൂറോപ്പിൽ നിന്നും ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായി. ഒരു ക്രിസ്ത്യൻ സർക്കാർ അതിന്റെ ഉദ്യോഗസ്ഥർ എന്തിനാണ് വിഗ്രഹാരാധന നടത്തുന്ന ഹിന്ദു ക്ഷേത്രങ്ങളുടെയൊക്കെ നികുതി പിരിക്കുകയും ക്ഷേത്രത്തിന്റെ ഭരണമൊക്കെ നടത്തുകയും ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വലിയ രീതിയിൽ വരുന്നു. അപ്പോൾ ഈ സമ്മർദ്ദത്തെ തുടർന്നാണ് ബ്രിട്ടീഷ് സർക്കാർ 1861-ൽ റിലീജിയസ് എൻഡോമെന്റ് ആക്ട് പാസ്സാക്കി ക്ഷേത്ര ഭരണത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുകയും അതോടൊപ്പം ഭരണം പ്രാദേശിക ക്ഷേത്ര കമ്മിറ്റികൾക്ക് കൈമാറുകയും ചെയ്തത്. പക്ഷേ സാമ്പത്തിക നിയന്ത്രണം ഇല്ലാതായതോടുകൂടി ക്ഷേത്ര സ്വത്തുക്കൾ വൻതോതിൽ കൊള്ളയടിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി. 1920-കളിൽ മദ്രാസ് പ്രസിഡൻസിയിൽ ജസ്റ്റിസ് പാർട്ടി അധികാരത്തിൽ വന്നതോടെയാണ് ഈ ഒരു ചിത്രം മാറുന്നതെന്ന് കാണാം. പെരിയാർ EV രാമസ്വാമി നായ്ക്കറുടെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ജസ്റ്റിസ് പാർട്ടി ഒരു പ്രധാനപ്പെട്ട സത്യം തിരിച്ചറിഞ്ഞു. ക്ഷേത്രങ്ങളിലെ അളവറ്റ സമ്പത്തും ഭരണവും ഒരു പ്രത്യേക ജാതിക്കാരുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ സുതാര്യമായിട്ടുള്ള ഒരു മേൽനോട്ടം അവിടെ ആവശ്യമാണ്. ബ്രാഹ്മണാധിപത്യമുള്ള ട്രസ്റ്റുകളിൽ നിന്നും ക്ഷേത്രങ്ങളുടെ ഭരണമൊക്കെ പിടിച്ചെടുക്കുവാനും സാമ്പത്തിക കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യുവാനുമായിട്ട് ഒരു ബോർഡ് രൂപീകരിക്കപ്പെട്ടു. അങ്ങനെയാണ് ഇന്നത്തെ HRC എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ജനനം സംഭവിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം 1951-ൽ തമിഴ്നാട് സർക്കാർ കൂടുതൽ കർശനമായിട്ടുള്ള മദ്രാസ് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ് ആക്ട് 1951 കൊണ്ടുവരികയുണ്ടായി. എന്നാൽ ഇത് വലിയ നിയമ പോരാട്ടങ്ങളിലേക്കൊക്കെ വഴിവെച്ചു. മഠാധിപതികളും ട്രസ്റ്റുകളും ഹൈക്കോടതിയെയും അതേപോലെ സുപ്രീം കോടതിയൊക്കെ സമീപിക്കുന്ന കാഴ്ച കണ്ടു. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ആർട്ടിക്കിളിലെ 25-ഉം 26-ഉം അനുസരിച്ചുള്ള മതസ്വാതന്ത്ര്യത്തിനും സ്വയംഭരണ അവകാശത്തിനും മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഇതെന്ന് അവർ പ്രത്യേകം വാദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യൻ നിയമചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1954-ലെ ഷിരൂർ മഠം കേസ് സംഭവിക്കുന്നത്. അങ്ങനെ സുപ്രീം കോടതിയുടെ ചരിത്രമായിട്ടുള്ള വിധിയിലൂടെ മതം എന്ന സങ്കല്പത്തെ രണ്ടായി വിഭജിക്കപ്പെട്ടു. പൂജകള്, മന്ത്രോച്ചാരണം, പ്രാർത്ഥനകള്, തന്ത്രങ്ങള് എന്നിവയിൽ ഇടപെടുവാൻ സർക്കാരിന് അവകാശമില്ല എന്നും അത് തികച്ചും മതപരമായിട്ടുള്ള കാര്യമാണ് എന്നും പറയപ്പെട്ടു. ക്ഷേത്രത്തിന്റെ പണം കൈകാര്യം ചെയ്യല്, ഭൂമി പരിപാലിക്കല്, ജീവനക്കാരുടെ നിയമനം, കെട്ടിടങ്ങളുടെയൊക്കെ നിർമ്മാണം എന്നിവ മതേതര പ്രവർത്തനങ്ങളായി കാണപ്പെട്ടു. ഇതിൽ നിയമങ്ങൾ ഉണ്ടാക്കാനും സർക്കാരിന് അതിനകത്തുള്ള പൂർണ്ണ അവകാശമുണ്ട് എന്നൊരു വിധിയാണ് അതിലൂടെ ഉണ്ടായത്. അപ്പോൾ ഈ സുപ്രീം കോടതി വിധിക്ക് അനുസൃതമായി 1959-ൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഭേദഗതി വരുത്തി ഈ നിയമം പാസ്സാക്കി. അതാണ് തമിഴ്നാട് HRC ആക്ട് 1959. അപ്പോൾ ഇതാണ് ഇന്നും തമിഴ്നാട്ടിൽ ഫോളോ ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും.
ഇന്നൊരു സർക്കാർ വകുപ്പ് എന്ന നിലയിൽ HRC തമിഴ്നാട്ടിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ കീഴിൽ IAS ഓഫീസറായിട്ടുള്ള ഒരു കമ്മീഷണറും ഓരോ ക്ഷേത്രത്തിലും സർക്കാർ നിയമിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമാണ് ഭരണം നടത്തുന്നത്. ക്ഷേത്ര ഫണ്ടൊക്കെ ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ 15ഓളം കോളേജുകൾ, മെഡിക്കൽ സെൻ്ററുകൾ, ലൈബ്രറികൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളുടെ 3.43 ലക്ഷം ഏക്കർ ഭൂമിയുടെ രേഖകൾ സർക്കാർ ഓൺലൈനായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന 530 ഏക്കറിലധികം ഭൂമിയാണ് സർക്കാർ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുള്ളത്. വൻ സാമൂഹിക വിപ്ലവമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും പരിശീലനം നൽകി പൂജാരിമാരാക്കുന്ന ഒരു പദ്ധതിയുണ്ട്, അർച്ചക ട്രെയിനിങ് സ്കീം എന്ന് പറയും. അപ്പോൾ ഇത് നടപ്പിലാക്കിയതും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഈ സംവിധാനം പൂർണ്ണമായും കുറ്റമറ്റതൊന്നുമല്ല. മുസ്ലിം, ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ അവർ തന്നെ ഭരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം സർക്കാർ നിയന്ത്രിക്കുന്നത് എന്നടക്കമുള്ള വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ 11,999 ക്ഷേത്രങ്ങളിൽ വാർഷിക വരുമാനം 10,000 രൂപയിൽ താഴെ മാത്രമാണുള്ളത്. ഇവിടെ ദിവസവേതന പൂജയ്ക്ക് പോലും പണമില്ല. ധനികരായിട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളുടെയൊക്കെ വരുമാനം ഉപയോഗിച്ച് ചെറിയ ക്ഷേത്രങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ വലിയ രീതിയിൽ പരാജയപ്പെടുന്നു എന്നൊരു വിമർശനവും നിലനിൽക്കുന്നുണ്ട്. ജഗ്ഗി വാസുദേവനെ പോലെയുള്ള ആത്മീയ നേതാക്കളും BJP പോലെയുള്ള പാർട്ടികളും ക്ഷേത്രങ്ങളെ സർക്കാരിൽ നിന്ന് സ്വതന്ത്രമാക്കുക എന്ന ആവശ്യം സദാസമയം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ സ്വകാര്യ വ്യക്തികളിലേക്ക് തിരിച്ചു പോയാൽ വീണ്ടും പഴയതുപോലെ വൻ തോതിലുള്ള സാമ്പത്തിക തിരിമറികളും ഭൂമി കയ്യേറ്റവും ജാതീയമായിട്ടുള്ള മാറ്റി നിർത്തലുകളും ഉണ്ടാകുമെന്നാണ് സർക്കാരിൻ്റെ നിരീക്ഷണം. ക്ഷേത്രങ്ങളെയൊക്കെ സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രമാക്കുക, ഒടുവിൽ ദൈവത്തിൻ്റെ മണ്ണ് ഭക്തർക്ക് തന്നെ തിരിച്ചു നൽകുക എന്നതായിരുന്നു തമിഴ്നാട്ടിൽ അലയടിച്ച ഫ്രീ തമിഴ്നാടു ടെമ്പിൾസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇപ്പോൾ ഒരു വശത്ത് മതേതര സർക്കാരിനെതിരെയുള്ള ഭക്തരുടെ പ്രക്ഷോഭം നടക്കുന്നു, മറുവശത്ത് 100 വർഷം മുൻപ് പെരിയാർ EV രാമസ്വാമി കൊളുത്തിവിട്ട ആ ഒരു സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിന്റെ പ്രതിരോധവും നിൽക്കുന്നു. അപ്പോൾ ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ വലിയ ഒരു കണക്ഷൻ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഒക്കെ ആയാലും അതത് മതവിഭാഗങ്ങൾക്ക് ഭരിക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനാൽ തന്നെ ക്ഷേത്രഭരണം ഭക്തരും ആത്മീയ നേതാക്കളും അടക്കമുള്ള ബോർഡിന് വിട്ടു നൽകണം എന്നതായിരുന്നു ഒരു അഭിപ്രായം ഉണ്ടായത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തികച്ചും ന്യായമാണ് എന്ന് തോന്നിക്കുന്ന ഈ ഒരു ആവശ്യത്തെ ദ്രാവിഡ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് ഭയത്തോടെ മാത്രം നോക്കിക്കണ്ടത് എന്നതിനുള്ള ഉത്തരം ഒളിച്ചിരിക്കുന്നത് ഈ പെരിയാറിൽ തന്നെയായിരുന്നു. 1920 EV രാമസ്വാമി എന്ന പെരിയാർ ആരംഭിച്ച സ്വാഭിമാന പ്രസ്ഥാനം ദൈവത്തിനെതിരെയുള്ളൊരു പോരാട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് ജാതി അടിസ്ഥാനത്തിലുള്ള അനീതിക്കെതിരെയുള്ള ഒരു വിപ്ലവം കൂടിയായിരുന്നു. പെരിയാർ ഒരു നിരീശ്വരവാദിയായിരുന്നു എന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ തമിഴ്നാടൻ സമൂഹത്തിൽ അദ്ദേഹം ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു മനുഷ്യനെ അവൻ്റെ ജാതിയുടെ പേരിൽ ക്ഷേത്രത്തിൽ കയറ്റാതിരിക്കുകയും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം പൂജാസ്ഥാനവും ക്ഷേത്രത്തിൻ്റെ സ്വത്തുവകകളും ഒക്കെ ഒരു കുത്തകയാക്കി വെക്കുവാൻ അനുവാദം നൽകുകയും ചെയ്യുന്നത് എന്തൊരു നീതികേടാണ് എന്നാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ ചോദിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിലൂടെയും ക്ഷേത്രപ്രവേശന സമരങ്ങളിലൂടെയും ഒക്കെ പെരിയാർ മാറ്റിമറിച്ചത് ഇതേ വ്യവസ്ഥിതിയെ തന്നെയാണ്. ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടാനല്ല അദ്ദേഹം ശ്രമിച്ചത്, മറിച്ച് ക്ഷേത്രങ്ങളുടെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് 1925 ജസ്റ്റിസ് പാർട്ടി സർക്കാരും പിന്നീട് 1959 കോൺഗ്രസ് സർക്കാരും ക്ഷേത്രഭരണം സ്വകാര്യ ട്രസ്റ്റിൽ നിന്ന് പിടിച്ചെടുത്ത് HR&CE ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയത്. അതായത് പെരിയാറിൻ്റെ ആശയങ്ങളുടെ പ്രായോഗികമായിട്ടുള്ള രൂപമായിരുന്നു സർക്കാരിൻ്റെ ഈ മേൽനോട്ടം എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ബ്രാഹ്മണർക്ക് മാത്രമല്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പരിശീലനം നേടിയ പൂജാരിയാകാൻ സാധിക്കും. ഇത് സർക്കാർ നിയന്ത്രണമുള്ളത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയ കോടിക്കണക്കിന് രൂപയുടെ ക്ഷേത്രഭൂമി സർക്കാർ തിരിച്ചു പിടിക്കുന്നത് ഈ ഒരു വകുപ്പുള്ളത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും മതപരമായിട്ടുള്ള ചേരിതിരിവുകളും വികാരങ്ങളും വോട്ട് ബാങ്കൊക്കെ നിശ്ചയിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ആ സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത് ഭാഷാസ്വത്വം, സാമൂഹിക നീതി, ക്ഷേമരാഷ്ട്രീയം എന്നീ പറയുന്ന 3 ആശയങ്ങളാണ്. ഇപ്രകാരം സംഭവിക്കുന്നത് തമിഴ്നാടിൻ്റെ സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ ഘടന കൂടി കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. തമിഴ്നാട്ടുകാരന് തമിഴ് എന്നത് വെറും ഒരു ആശയവിനിമയ മാധ്യമം മാത്രമല്ല, അത് അവരുടെ രക്തത്തിലുള്ളൊരു അസ്തിത്വം കൂടിയാണ്. 1930കളിലും 60കളിലും കൊടുമ്പിരി കൊണ്ട ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളാണ് ഇന്നത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ തറക്കല്ലിട്ടത് എന്ന് പറയാം. ഒരു രാജ്യം, ഒരു മതം, ഒരു ഭാഷ എന്ന സങ്കല്പം തമിഴ്നാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ അത് തമിഴ് ഭാഷയ്ക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്.
അവിടെ മതം ഒരു വോട്ട് ബാങ്ക് ആക്കാൻ ശ്രമിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഭാഷ എന്ന പ്രതിരോധ മതിൽ കടക്കുക അസാധ്യമായ കാര്യം തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജാതിയും മതവും രാഷ്ട്രീയ ധ്രുവീകരണത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ തമിഴ്നാട്ടിൽ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടുത്തെ പ്രധാന ചർച്ചയാവുന്നത്. EV രാമസ്വാമി പെരിയാർ തുടക്കമിട്ട സ്വാഭിമാന പ്രസ്ഥാനത്തിലൂടെയും ദ്രാവിഡ കഴകത്തിലൂടെയും ഉയർന്നു വന്നത് ബ്രാഹ്മണാധിപത്യത്തിനും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെയുള്ള പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. ഇതിന്റെ ഫലമായി തമിഴ്നാട്ടിൽ നിലവിൽ വന്നത് 69% എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന സംഭരണ വ്യവസ്ഥയാണ്. പിന്നാക്ക പട്ടികജാതി പട്ടിക വിഭാഗ വർഗ്ഗങ്ങൾക്ക് ലഭിച്ച ഉന്നത വിദ്യാഭ്യാസവും രാഷ്ട്രീയ പ്രാതിനിധ്യവും കാരണം ജാതിയോ മതമോ വൈകാരികമായി ചൂഷണം ചെയ്ത് വോട്ട് നേടുക എന്നത് തമിഴ്നാട്ടിലെ ഒരു കാലത്തും എളുപ്പമുള്ള കാര്യമാവില്ല. തമിഴ്നാട് രാഷ്ട്രീയം കറങ്ങുന്നത് ആര് ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമ പദ്ധതികൾ എത്തിക്കും എന്നതിനെ ചുറ്റിപ്പറ്റിയാണെന്ന് കാണാം. 1950കളിൽ കെ കാമരാജ് സ്കൂളുകളിൽ തുടക്കമിട്ട മിഡ് ഡേ മീൽ സ്കീം മുതൽ MGRും കരുണാനിധിയും പിന്നീട് വന്ന ജയലളിതയും വികസിപ്പിച്ചെടുത്ത സൗജന്യ TV, ലാപ്ടോപ്പ്, കുറഞ്ഞ വിലയ്ക്കുള്ള അമ്മ ഉണവകം എന്നറിയപ്പെടുന്ന അമ്മ ക്യാൻറ്റീൻ, അതേപോലെ സൗജന്യ ബസ് യാത്ര തുടങ്ങിയത് വരെയുള്ള കാര്യങ്ങളാണ് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വികസന ക്ഷേമ കാര്യങ്ങളിലാണ് തമിഴ്നാട്ടിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ മത്സരം നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾക്ക് അവിടെ ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യമുള്ള കാര്യം. 59 വർഷങ്ങളായി തമിഴ്നാട് രാഷ്ട്രീയം അടക്കി വാണ DMK, AIADMK സാമ്രാജ്യങ്ങളുടെ അന്തകനായിട്ടാണ് സിനിമാ താരം വിജയ് തൻ്റെ തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി അവിടെ കളത്തിലേക്ക് ഇറങ്ങുന്നത്. മതാധിഷ്ഠിത രാഷ്ട്രീയവുമായി BJP വോട്ട് വിഹിതം ഉയർത്തുവാൻ തമിഴ്നാടിൻ്റെ ഓരോ തെരുവുകളിലും തങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് പട നയിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും മറുവശത്ത് ജനങ്ങൾ പഴയ ദ്രാവിഡ കക്ഷികൾക്ക് ബദലായി വിജയെയാണ് നെഞ്ചിലേക്കിയത്. എല്ലാവരും വിചാരിച്ചത് തമിഴ്നാട്ടിൻ്റെ 100 വർഷത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറി മറിയാൻ പോകുന്നു എന്നതാണ്. എന്നാൽ മാറ്റം ആഗ്രഹിച്ച ജനങ്ങളാകട്ടെ പുതിയ പാർട്ടിയെ സ്വീകരിച്ചപ്പോഴും മതരാഷ്ട്രീയത്തെ അവർ വീണ്ടും പടിക്ക് പുറത്ത് തന്നെ നിർത്തി. എല്ലാ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വിജയ് പ്രഖ്യാപിക്കുകയാണ്. അണ്ണായെയും പെരിയാറിനെയും തള്ളി പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ ജയിക്കാമെന്ന് ആരും ഒരു കാലത്തും സ്വപ്നം കാണേണ്ടതില്ല എന്ന്. അതെ, മാറ്റങ്ങൾക്കായി തമിഴ് ജനത കൈകോർത്തപ്പോഴും പെരിയാർ വെട്ടിത്തളിച്ച സ്വാഭിമാനത്തിൻ്റെയും സാമൂഹിക നീതിയുടെയും വഴി ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറായില്ല എന്നതാണ് കാര്യം. രാജാക്കന്മാരൊക്കെ വീണേക്കാം, സാമ്രാജ്യങ്ങളൊക്കെ തകർന്നടിഞ്ഞേക്കാം, പാർട്ടികൾ മാറാം, പുതിയ മുഖങ്ങൾ വന്നേക്കാം. പക്ഷേ തമിഴ്നാടൻ രാഷ്ട്രീയത്തിൻ്റെ ഈ ഒരു സിസ്റ്റം കോഡ് മാത്രം ഒരിക്കലും മാറാൻ പോകുന്നില്ല. ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തനായിക്കോട്ടെ, പുതിയ തലമുറയിലെ ഒരു വോട്ടർ ആയിക്കൊള്ളണ്ടേ, വോട്ടിംഗ് ബൂത്തിലൊക്കെ എത്തുമ്പോൾ അവരുടെ സ്വരം ഒരേ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, രാഷ്ട്രീയം അത് ഞങ്ങളുടെ ഭാഷയ്ക്കും ഞങ്ങളുടെ അവകാശങ്ങൾക്കും ഞങ്ങളുടെ ആത്മാഭിമാനത്തിനും വേണ്ടിയുള്ളതാണ് എന്നൊരു വാക്യം. ദിസ് ഈസ് തമിഴ്നാട്, ഇന്ത്യയിലെ ഏറ്റവും വേറിട്ട രാഷ്ട്രീയ ഭൂമിക. അപ്പോൾ തമിഴ്നാടിൻ്റെ ഈ ഒരു മാതൃകയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ഷേത്രങ്ങൾ സർക്കാരിൻ്റെ സുതാര്യമായ മേൽനോട്ടത്തിൽ തുടരണമോ അതോ പൂർണ്ണമായും സ്വതന്ത്രമാക്കണോ? നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമുള്ള ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള വിശകലനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങളുള്ള മറ്റ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ നിർമ്മിക്കുന്ന വീഡിയോ ആദ്യം നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗാരേജ്.